പിള്ളേര് അടിച്ചു തൂക്കി പ്രകമ്പനം സൂപ്പർ ഹിറ്റിലേക്ക്. തിയേറ്ററുകളിലെത്തി മൂന്നാം വാരത്തിലേക്ക് കടക്കുമ്പോഴും എങ്ങും ഹൗസ്ഫുൾ ഷോകളാണ്. യുവതാരങ്ങളെ അണിനിരത്തി വിജേഷ് പാണത്തൂർ സംവിധാനം ചെയ്ത ചിത്രം യൂത്തിനെയും കുടുംബ പ്രേക്ഷകരെയും ഒരുപോലെ ആകർഷിക്കുകയാണ്. കല്യാണം കഴിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല കള്ളഭൂഷണെ പറ്റി വർത്തമാനം പറയാൻ അറിയാൻ വയ്യാത്തവൻ വന്നു കയറിയ മഹാലക്ഷ്മിന്റെ നീലപ്പുറത്താണ്. ഗണപതി, സാഗർ സൂര്യ, അമീൻ, സുബിൻ ടാർസൻ, ശീതൽ ജോസഫ് എന്നീ യുവതാരങ്ങൾ പ്രേക്ഷക ഹൃദയം കീഴടക്കി കഴിഞ്ഞു. പൊട്ടിച്ചിരി സമ്മാനിച്ചുകൊണ്ട് പ്രകമ്പനം സൂപ്പർ ഹിറ്റിലേക്ക്. ഒരു കംപ്ലീറ്റ് ഹൊറർ കോമഡി എന്റർടൈനർ ചിത്രമായ പ്രകമ്പനം ജനുവരി 30-നാണ് തിയേറ്ററുകളിലേക്ക് എത്തിയത്. നവരസ ഫിലിംസും കാർത്തിക് സുബരാജിന്റെ പ്രൊഡക്ഷൻ കമ്പനിയായ സ്റ്റോൺ ബെഞ്ച് സ്റ്റുഡിയോസും ഒരുമിച്ചാണ് പ്രകമ്പനം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. യുവതലമുറയെയും കുടുംബ പ്രേക്ഷകരെയും ഒരുപോലെ ആകർഷിക്കുന്ന എല്ലാ ഘടകങ്ങളും ചേർന്ന ചിത്രമെന്നാണ് പ്രേക്ഷകരുടെയും നിരൂപകരുടെയും പ്രതികരണങ്ങൾ. 100-ലധികം തിയേറ്ററുകളിൽ റിലീസായ ചിത്രം ഇപ്പോൾ 200-ലധികം ഹൗസ്ഫുൾ ഷോകളിലേക്ക് മാറിക്കഴിഞ്ഞു. മുഴുനീളം രസകരമായി തോന്നിയതിലാണ് പ്രകമ്പനത്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളികളായത് എന്ന് കാർത്തിക് സുബരാജിന്റെ വാക്കുകൾ അന്വർത്ഥമാക്കുകയാണ് ഈ സിനിമ. നദികളിൽ സുന്ദരി യമുന എന്ന ചിത്രത്തിന് ശേഷം വിജേഷ് പാണത്തൂരാണ് ചിത്രമൊരുക്കിയത്. ചിത്രത്തിന്റെ കഥയും സംവിധായകൻ്റേത് തന്നെ. തിരക്കഥയും സംഭാഷണവും ഒരുക്കിയത് നവാഗതനായ ശ്രീഹരി വടക്കൻ. ഹോസ്റ്റൽ ജീവിതവും അതിൻ്റെ രസങ്ങളും പശ്ചാത്തലമായി വരുന്ന സിനിമയിൽ കൊച്ചിയിലെ ഒരു മെൻസ് ഹോസ്റ്റലും കണ്ണൂരും പശ്ചാത്തലമാകുന്നു. ഏട്ടൻ പറഞ്ഞേ അവനൊരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കാൻ. അവനാരിപ്പം ഇങ്ങോട്ട് പറഞ്ഞിട്ട് അവനടുത്ത് മാറ്റി. ഞാൻ സ്ട്രിക്റ്റ് ആയതുകൊണ്ട് ഇവിടെ പെണ്ണ് കേസ് മാത്രമില്ല, അച്ചടക്കം വേണം. അമീൻ, കലാഭവൻ നവാസ്, രാജേഷ് മാധവൻ, മല്ലിക സുകുമാരൻ, അസീസ് നെടുമങ്ങാട്, പി കുഞ്ഞികൃഷ്ണൻ, ഗായത്രി സതീഷ്, ലാൽ ജോസ്, പ്രശാന്ത് അലക്സാണ്ടർ, സനീഷ് പല്ലി, കുടശനാട് കനകം തുടങ്ങിയ അഭിനേതാക്കൾ പ്രേക്ഷകരുടെ ഇഷ്ടം ഇതിനകം ഏറെ സ്വന്തമാക്കി കഴിഞ്ഞു. പണി എന്ന ചിത്രത്തിലെ വില്ലൻ കഥാപാത്രത്തിലൂടെ ശ്രദ്ധേയനായ സാഗർ സൂര്യയും ബാലതാരമായി തന്നെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയിരുന്ന ഗണപതിയും ഒരിക്കൽ കൂടി തകർത്താടി. സോഷ്യൽ മീഡിയകളിലൂടെ ശ്രദ്ധേയരായ അമീനും സുബിൻ ടാർസനുമൊക്കെ മിന്നും പ്രകടനമാണ് കാഴ്ചവെച്ചത്. മല്ലിക സുകുമാരന്റെ അച്ചമ്മയും പി കുഞ്ഞികൃഷ്ണന്റെ അച്ചച്ചൻ വേഷവും രാജേഷ് മാധവന്റെ മാന്ത്രിക കഥാപാത്രവും ചിരിയും കയ്യടിയും സ്വന്തമാക്കി കഴിഞ്ഞു. അകാലത്തിൽ പൊലിഞ്ഞുപോയ കലാഭവൻ നവാസ് പ്രേക്ഷകരുടെ കണ്ണ് നനയിക്കുന്നുമുണ്ട്. ക്യാമ്പസ് രാഷ്ട്രീയവും ഹോസ്റ്റൽ സൗഹൃദങ്ങളും സ്വാഭാവികതയോടെയാണ് ചിത്രം പകർത്തിവെച്ചിരിക്കുന്നത്. എക്സൈറ്റഡ് ചെറുതായിട്ട്. ഹൊറർ സിനിമകളുടെ പതിവ് ക്ലീഷേ ഉണ്ടെങ്കിലും അല്പം പേടിപ്പിച്ചും അതിലേറെ ചിരിപ്പിച്ചും കൂടുതൽ പ്രിയം നേടുന്നു പ്രകമ്പനം.